Good morning, everyone. Good morning, ma'am. Good morning. Good morning, miss. Good morning, miss. Good morning. ഭയങ്കര Good morning. Okay. Yeah, morning. Start ചെയ്യാം നമുക്ക്. Okay, miss. Okay, yeah. So let's start today's class with prayer, set of today, and signing. Okay. Prayer ചൊല്ലിക്കോട്ടെ. ചൊല്ലിക്കോളൂ. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമോടെന്നെ ശാന്തി അറിയണമേ, ഭൂമിയമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാക്കണേ, ജീവജാലങ്ങളാകെയും ജന്മ ബന്ധുവായിടണേ, ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ, ലോകമൊന്നെന്ന പാഠമെന്നുമെൻ മനസ്സിലെഴുതേണമേ. Thank you, ma'am. Okay, yeah. Okay, Prasida. Then set of today and signing. ഗുഡ് മോർണിംഗ് മാം. കോട്ട് ഓഫ് ദ ഡേയും സൈനിനും ഞാൻ തന്നെയാണ്. ആദ്യം കോട്ട് ഫോർ ദ ഡേ പറയാം. കോട്ട് ഓഫ് ദ ഡേ: ഇൻവെസ്റ്റ്മെന്റ് ഇൻ നോളജ് പേയ്സ് ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. കോട്ട് ഓഫ് ദ ഡേ. ഇനി സൈനിൻ നമുക്ക് ടൈം കുറെ കളയുന്നില്ല. ഒരു 5 കുസൃതി ചോദ്യം പോലെ. ഇംഗ്ലീഷിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇംഗ്ലീഷിലാണ്. എല്ലാവർക്കും കേൾക്കാവോ എന്റെ സൗണ്ട്? ഓക്കെ, അപ്പോ ഫസ്റ്റ് ചോദ്യം ചോദിക്കട്ടെ. ഫസ്റ്റ് ചോദ്യം ചോദിക്കാണ്: വിച്ച് സിറ്റി ഈസ് വെരി ഡേഞ്ചറസ്? ക്യാൻ യു ടെൽ മീ വിച്ച് സിറ്റി ഈസ് വെരി ഡേഞ്ചറസ്? Electricity. വെരി ഗുഡ്. അപ്പൊ നമ്മുടെ സഞ്ജനയ്ക്ക് കിട്ടിയിരിക്കുകയാണ്. 10 പോയിന്റ് സഞ്ജനയ്ക്ക് കിട്ടി. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം പറയാവേ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ആംഗിൾ ഈസ് റൗണ്ട് ഇൻ ഷേപ്പ്? വിച്ച് ആംഗിൾ? പറഞ്ഞോ നാഫില. Rectangle. അടിപൊളി. റെക്ടാംഗിൾ റൗണ്ട് ഷേപ്പ് അല്ലേ? അവിടെ വന്ന് ബാങ്കിൾ കറക്റ്റ്. അപ്പൊ ജ്യോതിക്ക് 10 പോയിന്റ്. ബാങ്കിൾ ഒന്നും റൗണ്ട് ഷേപ്പ് അല്ല കേട്ടോ. അയ്യോ, അതാരാ? ഉമ്മ ആണോ? ഒന്ന് പോകച്ച എവിടെ. നമ്പർ 3, മൂന്നാമത്തെ ചോദ്യമേ. വിച്ച് റൂം കാൺ ബി യൂസ്ഡ് ആസ് എ ഷെൽട്ടർ? വിച്ച് റൂം? മഷ്റൂം ആണോ? കറക്റ്റ്. അതാരാ പറഞ്ഞേ? ഡേയ്സിനാണെന്ന് തോന്നുന്നു. 10 പോയിന്റ്. ഇനി നമ്പർ 4, വിച്ച് കീ യൂഷ്വലി കിക്സ്? വിച്ച് കീ യൂഷ്വലി കിക്സ്? KICKS കിക്സ്. വിച്ച് കീ? ഞാൻ ടൈപ്പും കൂടെ ചെയ്യുന്നുണ്ടേ. യൂഷ്വലി കിക്സ് കാണാവോ? ക്ലൂ തരാം. ക്ലൂ വേണോ? ക്ലൂ പറയടാ. ഒരു ആനിമൽ ആണ്. മങ്കി അല്ലെങ്കിൽ ഡോങ്കി. ഡോങ്കിയാണ് കറക്റ്റ്. അർച്ചന 10 പോയിന്റ്സ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഡ്രം കാണ്ട് ബി യൂസ്ഡ് ഫോർ മ്യൂസിക്? വിച്ച് ഡ്രം
can't be. ഡ്രംസ്റ്റിക് ആണോടാ? ആ ഡ്രംസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഓക്കെ ആണ്. ഇതൊരു പ്ലേസിന്റെ പേരാ പക്ഷെ ആൻസർ. ട്രിവാൻഡ്രം. ആ കറക്റ്റ്. എല്ലാവർക്കും ഉണ്ട് പോയത്. So I welcome our dearest loving Ashwati ma'am and all my dearest friends to today's wonderful class. Sign in by Tamanna Azim. Thank you. Okay, thank you all. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പെരുന്നാളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. അടിപൊളിയായിരുന്നു. Okay. തിരക്കായിരുന്നു. ഇവിടെ പെർഫോമൻസ് എല്ലാം കണ്ടിരുന്നു കേട്ടോ. ഒപ്പന പിന്നെ ഒപ്പന മാത്രമേ കണ്ടുള്ളൂ. ഒരുപാടൊന്നും കാണാൻ പറ്റില്ല. നന്നായിരുന്നു കേട്ടോ എല്ലാവരും. ഓക്കെ, പിന്നെ എന്താണ് പറയൂ. നമ്മൾ പെരുന്നാൾ കഴിഞ്ഞ് ഇപ്പോഴാണ് കാണുന്നേ അല്ലെ? എന്താണ് സെക്കൻഡ് ആണോ ക്ലാസ്? എന്ത് പറ്റി, ക്ഷീണാണോ? ഏറെക്കുറെ അതാണ്. ഞങ്ങള് കുറച്ചു പേരൊക്കെ ഉള്ളൂ. എല്ലാരും ട്രിപ്പിലും അതെ അതെ, എല്ലാരും ട്രിപ്പിലൊക്കെയാണ്. ട്രിപ്പിലാണ്. അത് കാണാനുണ്ട്. സ്റ്റുഡൻസ് സ്ട്രെങ്ത് വളരെ കുറവാണ്. ഇന്നലെ ഇങ്ങനെയായിരുന്നു. ആണോ? ആഹാ. വെക്കേഷൻ ടൈം അല്ലേ മാം, അതാണ് പ്രശ്നം. പിള്ളേരും വീട്ടിലുണ്ട്. ബഹളാണല്ലേ വീട്ടില്, മക്കളും എല്ലാവരും ആയിട്ട്. ഓക്കെ, അതുകൊണ്ട് ഇന്ന് ഡൗൺ ക്ലോസോ അങ്ങനൊന്നും എടുക്കുന്നില്ല കേട്ടോ ഞാൻ. കാരണം എല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കുന്ന കാര്യമുള്ളൂ. അല്ലെങ്കിൽ മനസ്സിലായില്ലെങ്കിലോ? നമുക്ക് റിവൈൻഡ് ചെയ്യാം. മോക്ക് ടെസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? മാം ഞാൻ പഠിക്കാതെ തന്നെ ചെയ്തു. സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. 5ൽ 4 കിട്ടി ഫസ്റ്റ് ടൈം തന്നെ. നല്ല ഈസി ആയിരുന്നു മാം, നല്ല എളുപ്പമായിരുന്നു. ഫുള്ളുണ്ട്, രണ്ടിനും ഫുള്ളുണ്ട്. പക്ഷെ ഒരു ഡൗട്ട് ഉള്ളത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാം ഫ്രീ ആകുമ്പോ ചോദിക്കാം. അപ്പൊ മോക്ക് ടെസ്റ്റ് എല്ലാവരും സിമ്പിൾ ആയിരുന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി എനിക്ക് എക്സാമിനൊക്കെ വരാം. ഓക്കെ, ഏകദേശം നിങ്ങൾക്ക് കുറച്ചെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, വായിക്കും മനസ്സിലാവുന്നുണ്ട് അല്ലെ? ഈസി ആയിരുന്നു. ഓക്കെ, അങ്ങനെ എക്സാമും അങ്ങനെ ഈസി ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോ ചിലപ്പോ ഇത്രയ്ക്ക് സിമ്പിൾ ആവാൻ ചാൻസ് ഇല്ല കേട്ടോ എക്സാം. അതങ്ങനെ എപ്പോഴും ഈസി ആണെന്ന് പ്രതീക്ഷിച്ച് എക്സാം അറ്റൻഡ് ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുമ്പോ നമുക്കറിയാലോ കുറച്ച് ടഫ് ആയിരിക്കാം. അപ്പോ ഇത് മോക്ക് ടെസ്റ്റ് ആണ്. 5-6 ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. അതും ചാപ്റ്റർ വൈസ് ആയതുകൊണ്ട് എനിക്കാണ് ഈസി ആയിട്ട് തോന്നുന്നത് കേട്ടോ. എല്ലാം കൂടെ ഒന്നിച്ച് വരുമ്പോ ചിലപ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കാം. പക്ഷെ മനസ്സിലായിട്ടുണ്ട് അല്ലെ? കുറച്ചൊക്കെ ഇതൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, തമിഴ എന്താണ് ഡൗട്ട്? എന്താണ് ചോദിച്ചേ? മാം അതെ, നമ്മുടെ അഡ്വർബിന്റെ സൈഡ് മോക്ക് ടെസ്റ്റില് ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ, ജോൺ വിൽ ബി ഹിയർ ബൈ ദ നെക്സ്റ്റ് ഇയർ. ഇതാണ് ചോദ്യം. ടൈപ്പ് ചെയ്യണോ മാം? ജോൺ വിൽ ബി ഹിയർ ബൈ ദ നെക്സ്റ്റ് ഇയർ. ഈ ചോദ്യത്തില് വിച്ച് ഫ്രേസ് ഈസ് യൂസ്ഡ് ഹിയർ? ഇതായിരുന്നു ചോദ്യം. അപ്പോ സത്യത്തിൽ ഓൾമോസ്റ്റ് ഞാൻ എഴുതിയെന്ന് വെച്ചാൽ അഡ്വർബിന്റെ ചാപ്റ്റർ ആയതുകൊണ്ട് അഡ്വർബ് ഫ്രേസ് അങ്ങ് കറക്കി കുത്തി എഴുതിയതാ. പക്ഷെ അത് എന്തുകൊണ്ടാണ് അത് വന്നേന്ന് മനസ്സിലായില്ല മാം. അതാണ് കറക്റ്റ്, അഡ്വർബ് ഫ്രേസ് ആണ് ആൻസർ. അതെന്തുകൊണ്ടാ മനാന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയാമോ? എനിക്ക് മനസ്സിലായതിപ്പോ പറയുമ്പോ കറക്റ്റ് ആണോ മാം കറക്റ്റ് ചെയ്ത് തരികയും ചെയ്യുമല്ലോ തെറ്റുണ്ടെങ്കിൽ. പിന്നെ ജോൺ വിൽ ബി ഹിയർ ബൈ ദ നെക്സ്റ്റ് ഇയർ വിച്ച് ഫ്രേസ് എന്നുള്ളത് തമനയ്ക്ക് മനസ്സിലായില്ല. അപ്പം എനിക്ക് മനസ്സിലായതൊന്ന് പറഞ്ഞാൽ മാം അത് രണ്ടും കൂടെ കറക്റ്റ് ചെയ്യുമല്ലോ. എനിക്ക് മനസ്സിലായതൊന്ന് പറയട്ടോ. Respected ma'am and all the classmates, John will be here by the next year. Which phrase is used here? Question. The phrase used here is by the next year. It is an example of by plus a point in time. This phrase indicates that something will happen at a specific point in the future. In this case, John is arrived by the next year. This phrase functions as an adverb
modifying the verb will be. This phrase indicating when John will arrive. It provides more information about the timing of the action. This phrase provides information about when something will happen. In this case, John's arrival. This functions as an adverb modifying the verb because or in that reason by the next year can also be classified as an adverbial phrase of time. Alternately, it can also be as a prepositional phrase of time. Okay, correct ആണോ മാം? പിന്നെ കറക്റ്റ് ആണ്. അപ്പൊ അഡ്വർബ് ഓഫ് ടൈമിൽ വരും മാം, അതിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നതാണെന്ന് തോന്നുന്നു അല്ലേ? ക്ലിയർ ആയി? അഡ്വർബ് ഓഫ് പ്ലേസ് ടൈം അങ്ങനെ ഉള്ളതിൽ വരുന്നതാ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോണതല്ലേ ഉള്ളൂ, ഇതിൽ വന്നു എന്നല്ലേ ഉള്ളൂ. ആഡ്വർബ് പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റില് അങ്ങനെ പറയുന്നില്ല. ആഡ്വർബിനെ എന്താണ് ഒരു സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നില്ല കേട്ടോ. ആണോ? അപ്പൊ നമുക്ക് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോ കൺഫ്യൂഷൻ വരത്തില്ലേ മാം എല്ലാവർക്കും ചിലപ്പോ? ഇത് കാര്യം ചെയ്യാം, ഞാനത് പഠിപ്പിച്ചതാണ്. ആഡ്വർബ് പല ടൈപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മാനർ, ടൈം, പ്ലേസ്, അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ നമ്മൾ ആഡ്വർബ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ അത് നോട്ട് ആക്കിയിട്ട് ഞാൻ എടുത്ത് തരാം. ഓക്കെ മാം, എന്നാ വലിയ ഉപകാരമാണ്. ഇതേപോലെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴേ നമ്മളെല്ലാരും നോക്കുന്നതാണ്ട് മാം ഇതിൽ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഹി വാസ് ഷൗട്ടിങ് വെരി ലൗഡ്ലി ആൻഡ് ഹാർഡ്ലി. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, ലൗഡ്ലിയും ഹാർഡ്ലിയും ഉള്ളതുകൊണ്ട് അത് നമ്മൾ നോക്കുള്ളൂ. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോ ഒരു കൺഫ്യൂഷൻ വരും. ശരിയാണ്. അപ്പോ ഞാനത് പറഞ്ഞുതരാം. ആഡ്വർബ് നമ്മൾ പല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ടൈമിലാണെങ്കിലും ഏതൊക്കെ രീതിയിലാണെന്ന് വെച്ചാൽ പല രീതിയിൽ ഫ്രീക്വൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ടൈമിൽ യൂസ് ചെയ്യുന്നുണ്ട്, മാനേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ അതെങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവും. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് നോട്ടായിട്ട് വരാം. അതായത് ഞാൻ ഇപ്പൊ വെറുതെ പറഞ്ഞത് കാര്യമില്ല, നോട്ടായിട്ട് വന്നിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം. ഓക്കെ, അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും എല്ലാവരും ഉണ്ടാവുമല്ലോ, ഉണ്ടാവില്ലേ? ഇൻഷാല്ലാ. ഓക്കെ മാം, താങ്ക് യു. അത് ക്ലാസ് റൂമിലാണോ ഇടുക മാം? അല്ലെ ഞങ്ങൾക്ക് അപ്പം എഴുതി തരികയാണോ ചെയ്യുക? ക്ലാസ് റൂമിലാണോ ഇടുക നോട്ട്സ്? ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുമല്ലോ, അപ്പോ അത് ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യും. ആയിക്കോട്ടെ ആയിക്കോട്ടെ മാം. അപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോ ഞാൻ കാണുകയും ഞാൻ പറയുകയും ചെയ്യുമ്പോൾ മാത്രമേ കുറച്ചൊരു ക്ലിയർ ആവുള്ളൂ. അല്ലാതെ ഞാൻ ഇവിടെ നിന്ന് വെറുതെ ഒരു നോട്ട് പോലും കയ്യിലില്ലാന്ന് പറയുമ്പോ ചിലപ്പോ നിങ്ങൾക്ക് ഇത് മനസ്സിലാവണമെന്നില്ല. ഓക്കെ, അടുത്ത ക്ലാസ്സിലേ പറ്റുള്ളൂ കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റിൽ പക്ഷെ അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഒന്നുമില്ല ടെക്സ്റ്റ്. ഓക്കെ, അപ്പോ അഡ്ജക്റ്റീവും ആഡ്വേർബും ഈ രണ്ട് ചാപ്റ്റേഴ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് നൗൺ ആണ്. ഓക്കെ, ആ നൗൺ നിങ്ങള് നോക്കിയിട്ട് വാട്ടോ. നൗൺ, ഫ്രേസ് ആൻഡ് ക്ലോസ്, ഇത് രണ്ടും മീൻസ് ആ ചാപ്റ്റർ നിങ്ങൾ നോക്കിയിട്ട് വരും. ഓക്കെ ആണോ? സിമ്പിൾ ആണ്, ഒരുപാട് മനസ്സിലാക്കി പഠിക്കാം. അതോടുകൂടി നമ്മുടെ ഈ 3 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആകും. അതിനുശേഷം നമ്മൾ പോകുന്നത് പ്രപ്പോസിഷനിലേക്ക്. Noun, nouns and clauses 85 ആ പേജില് ആ ചാപ്റ്റർ ആണോ മാം ഇപ്പം പറഞ്ഞു നോക്കിയിട്ട് വരാൻ? യൂണിറ്റ് 7. 7. ഓക്കെ ഓക്കെ, 85. ഓക്കെ, താങ്ക് യു മാം. അപ്പൊ അത് നിങ്ങൾ നോക്കിയിട്ട് വരും. ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ക്ലാസ് എടുക്കാതെ. പിന്നെ ഞാൻ ക്ലാസ്സിൽ വീണ്ടും പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഒരു കാര്യം മാക്സിമം ജോയിൻ ചെയ്ത് പഠിക്കാൻ നോക്കാം കേട്ടോ. ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നോക്കാം. റെക്കോ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ആരെങ്കിലും ഇംഗ്ലീഷിന്റെ റെക്കോ ക്ലാസ് കണ്ടവരുണ്ടോ ഇതില്? ഞാനുണ്ട്. എങ്ങനെയുണ്ട്? ബോറല്ലേ? ബോറുമാണ്, ഒന്നും മനസ്സിലാവുന്നില്ല മാം. ഞാൻ കുറെ കാലം എനിക്കൊരു വരാൻ പറ്റാത്തതുകൊണ്ട് ക്ലാസ്സിലായതുകൊണ്ട് ഈ ടൈം ഉച്ച കഴിഞ്ഞാന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ റെക്കോർഡ് ക്ലാസ് കണ്ടിട്ട് എനിക്ക് ഒന്നും മനസ്സിലായി. ഞാൻ തമന്നനെയും അർച്ചനേനെയും ഒക്കെ വിളിക്കല, ഒന്ന് നോട്ട്സ് തരുമോ? അവരെ നോട്ട് നോക്കിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ഒക്കെ ചെയ്യുന്നത്. അല്ലാണ്ട് എനിക്ക് ഒന്നും അറിയുന്നില്ല. അതിന് പിന്നെ ഒന്നും മനസ്സിലാവുന്നില്ല.
എനിക്ക് Okay. എനിക്ക് മനസ്സിലായത് നോട്ട് ഇത് എഴുതാൻ ശരിക്കും ഭയങ്കര നമ്മൾ പാടാണ്. ഞാൻ ടൈം ഒരുപാട് struggle എടുത്ത് ചെയ്തു വർക്ക് എഴുതിയെടുക്കാൻ. ചെയ്തെങ്കിൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. നമ്മൾ ഇതിനു വേണ്ടി ടൈം എടുത്ത് നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്ത് പഠിക്കണം. അല്ലാതെ നമ്മൾ ഇത് 10 മാസം കൊണ്ട് ടീച്ചർ വന്ന് 1 മാസം 1 മണിക്കൂർ എന്തെങ്കിലും പറയുന്നു, അത് കഴിഞ്ഞിട്ട് ആരെങ്കിലും എന്തെങ്കിലും നോട്ട് ചെയ്യുന്നു, അത്രയും കൊണ്ടൊന്നും നമ്മളൊന്നും ആവുന്നില്ല. നമ്മൾ എന്തെങ്കിലും ആവണേ നമ്മൾ തന്നെ പരിശ്രമിക്കണം. അതെന്താണെന്നറിയോ മാം, ഞാൻ ക്ലാസ്സിലേ ജോയിൻ ചെയ്തപ്പോ ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ, ടൈം ഉച്ച കഴിഞ്ഞാന്നാ പറഞ്ഞത്. 2:30 to എന്നാ പറഞ്ഞത്. അല്ല 1:30. ആ 1:30 to. അപ്പൊ ആ ഓക്കെ ടൈം ഓക്കെ ആണെന്ന് പറഞ്ഞു. ക്യാഷ് ഒക്കെ അടച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ ടൈം മാറ്റി എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഞാനൊരു കമ്പ്യൂട്ടർ ക്ലാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ ക്ലാസ്സിൽ കുറെ കാലം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ കുറെ റെക്കോർഡും നോട്ട്സും ഒക്കെ ആയിട്ട് ഞാൻ അങ്ങനെ കൊണ്ടുപോവുകയായിരുന്നു. പിന്നെ കൊറേ ഹെൽപ്പ് ചെയ്ത് തമന്നോട് ചോദിക്കും, അവള് നിന്നോട്ട് ഒരു അർച്ചന, അങ്ങനെ കുറെ അറിയുന്ന ആൾക്കാരോടൊക്കെ ഒന്ന് ചോദിച്ചിട്ട് കുറെ എഴുതിയിട്ടും ബുക്കില് ഇതാക്കിയിട്ടൊക്കെയാ ഞാന് അങ്ങനെ നോക്കി എഴുതിയത് പഠിച്ചതും. ക്ലാസ് ഭയങ്കര ബോറിംഗ് ആണ്, ഒന്നും ആ മനസ്സിലാവില്ല, ഭയങ്കര ആൻസർ ആണ്, ഇന്ററാക്ഷൻ ആയതുകൊണ്ടേ കുറച്ച് ടീച്ചർമാര് പറയുമ്പോ പിന്നെ എല്ലാവരും സംശയങ്ങളുമാണ്. ആ സംശയം കഴിയുമ്പോഴേക്കും നമുക്ക് കൂടുതൽ സംശയമാകുക ചെയ്യുന്നത്. ഞാനും മാം ഇത് നോട്ട് എഴുതാനായിട്ട് സ്ട്രഗിൾ ചെയ്തു പോയി. ലാസ്റ്റ് പിള്ളേർക്ക് എക്സാം ടൈം വന്നപ്പോൾ മാമിന്റെ ക്ലാസ് എനിക്ക് മിസ്സായി. പിന്നെ എനിക്ക് ഇവർക്ക് നോട്ട്സ് ഇടാൻ ഒരുപാട് പേര് ചോദിച്ചപ്പോൾ എനിക്ക് സ്ട്രഗിൾ ആയിരുന്നു. എനിക്കൊന്നും പിടിയിട്ടില്ല. ഞാൻ പിന്നെ അർച്ചന എഴുതുന്നോണ്ട് അതിൽ നിന്ന് നോക്കി ഒന്നും കൂടെ മിസ്സിന്റെ ക്ലാസ് കേട്ട് ഭയങ്കര പാടുപെട്ടു പോയി. കഴിഞ്ഞ വെർബിന്റെ ക്ലാസ് എടുത്തത് ഞാൻ ഒട്ടും കേറിയിട്ടുണ്ടായില്ല. നമ്മുടെ മോക്ക് ടെസ്റ്റ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. മാമിന് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ചാപ്റ്റർ ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു. റെക്കോർഡ് ക്ലാസ് കേൾക്കാൻ മടിയായിട്ടായി പറഞ്ഞ പോലെ. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ ചാപ്റ്റർ അഡ്വർബിന്റെ ചാപ്റ്റർ അത് പറയാലോ, ഇവിടെ എല്ലാവരും പറഞ്ഞുതരും, എല്ലാവർക്കും അറിയാം, എല്ലാവരും പഠിച്ചു, അത് അവർ തന്നെ പഠിച്ചാണ് അല്ലേ? ഞാൻ ആയിരുന്നു. അഡ്ജക്റ്റീവ് ഫ്രേസിന്റെ ഒക്കെ ക്ലാസ് ഒക്കെ കേട്ടു, അതെല്ലാം ഓക്കെ ആക്കിയായിരുന്നു. അഡ്വർബിന്റെ ക്ലാസ്സിൽ ഞാൻ കേറിയിട്ടുണ്ടായില്ല. മാം നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ, മുടിയൊക്കെ മാറ്റം വന്നോ? ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, മാം ശ്രദ്ധിച്ചില്ല. എന്തോ സുന്ദരി ആയിട്ടുണ്ടെന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാം നല്ല സുന്ദരിയായിട്ടുണ്ടെന്ന്. എന്നൊരു കുറെ മാറ്റം വന്നിട്ടുണ്ട്. സ്ട്രേറ്റ് ചെയ്തോ? ഹെയർ സ്റ്റൈൽ മാറ്റി അതാ. ഹെയർ സ്റ്റൈൽ മാറ്റി, പൊട്ട് തൊട്ടു. ഞാൻ വന്നപ്പോഴേ പറഞ്ഞതാ മാം കേട്ടില്ല, ഭയങ്കര സുന്ദരിയായിട്ടുണ്ടെന്ന്. ആ കളർ ഡ്രസ്സും മിസ് ഒക്കെ പോയി. ഞാൻ പൊട്ട് തൊടാറുണ്ട്, പിന്നെ മുടി ഹെയർ സ്റ്റൈല് മാറ്റി, അത്രയൊക്കെ ഉള്ളൂ. ആ അതന്നെ, നല്ല മാറ്റമുണ്ട് മുഖത്ത്, നല്ല മാറ്റം. സ്ട്രേറ്റ് ചെയ്തോ മുടി? ചെയ്തോ? സ്ട്രീറ്റ് അല്ല, ഞാൻ ബോട്ടോംസ് ചെയ്തു. ഓക്കെ ഓക്കെ, അതാണ് നല്ല ഡിഫറൻസ്. മാം എനിക്കൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? നമ്മള് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നില്ലേ, ആ ചെയ്യുന്നതൊക്കെ നിങ്ങൾ അത് നോക്കാറുണ്ടോ മാം? ഞങ്ങൾ ചെയ്യുന്നതൊക്കെ അറിയോ ആരൊക്കെ ചെയ്തു എന്നൊക്കെ അറിയാം? പിന്നെ നമ്മള് സബ്മിറ്റഡ് പറഞ്ഞിട്ട് കമന്റ് ഇടണോ? അതൊന്നും വേണ്ടല്ലോ, അങ്ങനെയൊന്നും വേണ്ടല്ലോ എന്തായാലും. ഓക്കെ മാം, ഞാൻ കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതുവരെ സബ്മിറ്റഡ് എന്നൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. കുറെ പേര് സബ്മിറ്റഡ് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചാണ്. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ മാം. അതങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളത് ചെയ്തിക്കുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ അഡ്ജക്റ്റീവും ആഡ്വേർബിന്റെയും ക്ലാസ് ഒന്നുകൂടെ വേണമെന്നാണ് പറയുന്നത്. ഞാൻ മാത്രമാണ് ഗ്രാമത്തിൽ സിമ്പിൾ ആയിട്ട് പഠിപ്പിക്കുന്നേ. അയ്യോ, നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ്. ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പഠിപ്പിക്കുന്നതിന്റെ അല്ല. ഓക്കെ, അപ്പോ അഡ്ജക്റ്റീവ് ആൻഡ് ആഡ്വേർബ് പറയാം, ശ്രദ്ധിച്ചിരിക്കാട്ടോ. അഡ്ജക്റ്റീവ് എന്താണ്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് നൗണിനെ അല്ലെങ്കിൽ പ്രോനൗണിനെ മോഡിഫൈ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ് അഡ്ജക്റ്റീവ്. ഓക്കെ, നൗൺ എന്ന് പറയുമ്പോൾ എന്തു ആകാം, നമ്മുടെ ചുറ്റുപാടും കാണുന്ന എല്ലാവരും നൗൺ ആണ്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന എന്തും, നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ഫോൺ എന്താണ് നൗൺ എന്ന് ഞാൻ പ്രത്യേകിച്ച് ഇനി പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ.
നൗൺ നിങ്ങൾക്ക് എന്താണെന്ന് ഞാൻ ആദ്യമേ ഫസ്റ്റ് ക്ലാസ്സിൽ ഇതെല്ലാം പറഞ്ഞതാണ്. ഓക്കെ, അതിനെക്കുറിച്ച് ആർക്കും ഡൗട്ടോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. നൗണും പ്രോണൗണും രണ്ടും അറിയാം അല്ലെ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അറിയാം. അപ്പോ ആ പറയുന്ന നൗണിനെയും പ്രോണൗണിനെയും നമ്മൾ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്യും, കുറച്ച് ഡിസ്ക്രൈബ് ചെയ്ത് പറയാൻ യൂസ് ചെയ്യുന്ന ഒരു വേർഡിനെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഞാൻ ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞു, അതെന്താണ്? അതൊരു അഡ്ജക്റ്റീവ് ആണ്. എന്നെ കുറച്ചുകൂടി നിങ്ങൾ മോഡിഫൈ ചെയ്തു, ആ ഒരു വേർഡ് യൂസ് ചെയ്തിട്ട്, ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്നെ മോഡിഫൈ ചെയ്തു അല്ലെ? അത് ഒരു അഡ്ജക്റ്റീവ് ആണ്. ആ വേർഡ് ഒരു അഡ്ജക്റ്റീവ് ആണ്. അതുപോലെ എന്തെങ്കിലും എന്താ അവിടെ പ്രോണൗൺ, ഇപ്പൊ എന്റെ പേര് ഒന്നും എന്റെ പേര് പറഞ്ഞിട്ട് പറയാം, അല്ലെങ്കിൽ എന്നെ പ്രോണൗൺ വെച്ചിട്ട് മോഡിഫൈ ചെയ്യാം. പ്രോണൗൺ എന്താണ്? ഞാൻ ഫീമെയിൽ ആയതുകൊണ്ട് ഷിയോ അല്ലെ, ഷി വെച്ചിട്ട് പറയാം. അപ്പോ നൗണിനെയോ പ്രോണൗണിനെയോ മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇതുവരെയും ക്ലിയർ ആണോ? ക്ലിയർ? ഷിബ ക്ലിയർ ആണോ? ഡൗട്ട് ചോദിച്ച ആളെവിടെ? ഷിബ. യെസ്, ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. ഇപ്പോ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന വേർഡ് മാത്രമാണ് മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്തത്. അതിന് കൂടെ നിങ്ങൾ 2-3 വാക്കുകളും കൂടെ ആഡ് ചെയ്യാണ്. എന്തും ആഡ് ചെയ്യാം കേട്ടോ. ഇഷ്ടംപോലെ ഒരുപാട് വേർഡ്സ് ഉണ്ട്. സ്മാർട്ട്, ഇന്റലിജന്റ്, ബ്യൂട്ടിഫുൾ, ഇത്രയും പറഞ്ഞു എന്ന് വിചാരിക്കാം. ഒരു വ്യക്തിയെ കുറിച്ച് ആ വ്യക്തി സ്മാർട്ട് ആണ്, ബ്യൂട്ടിഫുൾ ആണ്, ഇന്റലിജന്റ് ആണ് എന്നൊക്കെ നമ്മൾ ഒരുപാട് വേർഡ്സ് യൂസ് ചെയ്തിട്ട് അവരെ മോഡിഫൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? ഫ്രേസ് ആണ്. ഒന്നുമല്ല, ഒന്നിൽ കൂടുതൽ വാക്കുകൾ ഉപയോഗിച്ച് മോഡിഫൈ ചെയ്യുന്നതിനെ നമ്മൾ ഫ്രേസ് എന്ന് പറയും. ഓക്കെ, ഫ്രേസ് എന്ന് പറയുന്നത് ഒരു കൂട്ടം വേർഡ്സിനെയാണ് ഫ്രേസ് എന്ന് പറയാം. അത് ഇവിടെ നോക്കുകയാണെങ്കിൽ നൗണിനെയോ പ്രോണൗണിനെയോ ഒന്നിൽ കൂടുതൽ വേർഡ്സ് യൂസ് ചെയ്ത് മോഡിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. ക്ലിയർ? ക്ലിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് അഡ്ജക്റ്റീവ് ക്ലോസ്. അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നത് സെന്റൻസ് നന്നായിട്ട് വായിച്ചു നോക്കാം. സെന്റൻസ് വായിച്ചു നോക്കിയിട്ട് സെന്റൻസ് പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണെന്ന് നോക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നൗണിനെ കുറിച്ചിട്ടാണോ ആ സെന്റൻസ് പറയുന്നത് എന്ന് സെന്റൻസ് വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ. അത് ഫസ്റ്റ്. ഓക്കെ, അപ്പോ നൗണിനെ കുറിച്ചിട്ടാണ് ആ സെന്റൻസിൽ പറയുന്നതെങ്കിൽ അറിയാലോ ഇത് അഡ്ജക്റ്റീവിനെ കുറിച്ച് അഡ്ജക്റ്റീവ് ഫ്രേസോ ക്ലോസോ ആയിരിക്കും. ഇനി അറിയേണ്ടത് ക്ലോസ് എങ്ങനെയാണ്, ക്ലോസ് എങ്ങനെയാണ് എന്ന് അറിയണം അല്ലെ? ക്ലോസ് എങ്ങനെയാണ്, ക്ലോസ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? അഡ്ജക്റ്റീവ് ക്ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? എന്ത് വെച്ചിട്ടാണ്? പറയൂ. റിലേറ്റീവ് പ്രൊനൗൺസ് യൂസ് ചെയ്തിട്ട് റിലേറ്റീവ് പ്രോണൗൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ആ ക്ലോസ് റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യാം. റിലേറ്റീവ് പ്രോണൗൺ ഏതൊക്കെയാണ്? പറയൂ. which, where, whom, when, that, those. that. Yes. That, which, who, where, ഇതൊക്കെ എന്താണ്? റിലേറ്റീവ് പ്രോണൗൺ ആണ്. ഓക്കെ, അപ്പോ ക്ലോസ് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റും വെർബും അതിൽ ഉണ്ടാകും. സെന്റൻസിൽ ഒരു സബ്ജക്റ്റും വെർബും ഉണ്ടാകും. അതൊരു സബ്ജക്ട് വെർബ് കോമ്പിനേഷനെയാണ് നമ്മൾ ക്ലോസ് എന്ന് പറയാം. ഫ്രേസ് എന്തായിരുന്നു? വേർഡ്സ് ആണ് അല്ലെ? ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ ഫ്രേസ് എന്ന് പറയാം. പക്ഷേ ക്ലോസ് എന്താണ്? സബ്ജക്ട് വെർബ് കോമ്പിനേഷൻ ആണ് ക്ലോസ് എന്ന് പറയുന്നത്. ഒരു സെന്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആ സെന്റൻസ് നൗണിനെ മോഡിഫൈ ചെയ്ത് പറയുന്നതാണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ അത് അഡ്ജക്റ്റീവിനായിട്ട് റിലേറ്റ് ചെയ്ത എന്തോ ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് ആ സെന്റൻസിൽ റിലേറ്റീവ് പ്രോണൗൺ ഏതെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ നോക്കാം. ഓക്കെ, ആ റിലേറ്റീവ് പ്രോണൗണിന് ശേഷം ഒരു സബ്ജക്റ്റോ വെർബോ വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ ഷീബ? കുറച്ച് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ മാം. ഓക്കെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യും കേട്ടോ, ഗ്രൂപ്പില് ഇതിനെ കുറിച്ച് ക്ലോസ് നന്നായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം പരസ്പരം. ഓക്കെ, അപ്പൊ മനസ്സിലാവാത്തവരും ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ അവർക്കൂടെ കുറച്ച് ക്ലിയർ ആവും. മാം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ക്ലോസ് മാത്രം പറഞ്ഞില്ലേ മാം?
സബ്ജക്ട് വെർബ് കോമ്പിനേഷൻ ആണ്. അപ്പൊ മനു വെന്റ് എസ്റ്റർഡേ എന്നുള്ളത് ക്ലോസ് അല്ലേ? മനു ക്ലോസ് എന്ന് പറയുമ്പോ ഒരു സെന്റൻസിൽ ഒതുങ്ങുന്നതാണോ ശരിക്കും? ജസ്റ്റ് ഒരു സെന്റൻസ് അല്ലേ ഇത്? മനു വെൻ എസ്റ്റർഡേ, ഇവിടെ നിങ്ങൾ നോക്കുമ്പോ നിങ്ങൾ നോക്കുമ്പോ അത് സബ്ജക്റ്റും വെർബും കോമ്പിനേഷൻ ഉണ്ട് അല്ലേ? പക്ഷെ ഒരു സെന്റൻസ് കഴിഞ്ഞിട്ട് അടുത്തൊരു സെന്റൻസിലേക്ക് വരുമ്പോഴാണ് അത് ക്ലോസ് ആയിട്ട് കണക്ഷൻ വരിക. മനസ്സിലായോ? തമ്മിൽ ഇങ്ങനെ ഇന്റർകണക്റ്റഡ് ആയിട്ടിരിക്കും, അതല്ലേ മാം ഉദ്ദേശിച്ചത്? തമ്മിൽ ഇന്റർകണക്ട് ചെയ്തിരിക്കും, അതല്ലേ ഉദ്ദേശിച്ചത്? അങ്ങനെയാണ് ഒരു സെന്റൻസ്, അത് അന്ന് രസ്ന പറഞ്ഞ പോലെ മറ്റേ താലിയുടെ കഥ പറഞ്ഞില്ലേ എന്ന് പറയുന്നത്, ഒരു സെന്റൻസിനെ മറ്റൊരു സെന്റൻസ് ആയിട്ട് തമ്മിൽ ഇന്റർകണക്ട് ചെയ്തിട്ട് വരുമ്പോ അത് ക്ലോസ് ആവുന്നു. ക്ലോസ് ആണ്, അങ്ങനെയാണ് കേട്ടോ. അതായത് ഒരു സെന്റൻസ് മാത്രം എടുത്തിട്ട് ക്ലോസ് ആണെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക്. ഓക്കെ ഓക്കെ മാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പൊ തമന്ന ചോദിച്ച ഡൗട്ട് ആഡ്ജക്റ്റീവ് ഫ്രേസിലാണോ അപ്പൊ വരാ? മനു വെന്റ് യെസ്റ്റർഡേ എന്ന് പറഞ്ഞു. അല്ല കേട്ടോ, അഡ്ജക്റ്റീവേ അല്ല അത്. അവിടെ വെർബുണ്ട്. അഡ്ജക്റ്റീവ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. ഒരു സെന്റൻസ് കൊണ്ട് അത് അഡ്ജക്റ്റീവ് ആണോ അഡ്വർബ് ആണോ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. മനു വെന്റ് യെസ്റ്റർഡേ ജസ്റ്റ് ഒരു സെന്റൻസ് ആണ്. അപ്പൊ അത് നോർമൽ സെന്റൻസ് അത്രയേ ഉള്ളൂ, അതിന് വേറെ ഫ്രേസോ അതൊന്നുമില്ല, അങ്ങനെയല്ലേ മാം? അതെ. മനു എന്തിനെ പോയി എന്നാ പറയുന്നത്. അത് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റാ? ക്ലോസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ അത് മീനിങ് ആയിരിക്കും. മനസ്സിലായോ? അത് ആ സെന്റൻസ് മീനിങ് ആണോ? അല്ലേ? അത്രയേ ഉള്ളൂ. അതിനുശേഷം കുറച്ചൊരു സെന്റൻസ് വരികയാണെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ ക്ലോസ് ചെയ്യപ്പെടുത്താൻ പറ്റും. ഒരുപാട് ചിന്തിക്കണ്ട. നേരത്തെ എവിടെ നിൽക്കുന്നോ അതുവരെ നിൽക്കൂ. ഓക്കെ, നിങ്ങൾക്ക് ചാപ്റ്റർ ക്ലിയർ ആയതാണ്. എന്താണ് ക്ലോസ് എന്ന് ഞാൻ ക്ലിയർ ആക്കിയതാണ്, നിങ്ങൾക്ക് ക്ലിയർ ആയതുമാണ്. അതിന് മേലെ ഇനി ഡൗട്ട് ചോദിച്ചാൽ ഉള്ളതുകൂടെ കൂട്ടോ. ഓക്കെ, അപ്പൊ അഡ്ജക്റ്റീവ് ക്ലോസ് മനസ്സിലായല്ലോ. റിലേറ്റീവ് പ്രോണൗൺ ഉണ്ടോ നോക്കാം. അതിനുശേഷം സബ്ജക്റ്റും വെർബും വന്നിട്ടുണ്ടോ നോക്കാം. ആ സെന്റൻസ് പറയുന്നത് അഡ്ജക്റ്റീവ് നൗണിനെയോ പ്രൊണൗണിനെയോ മോഡിഫൈ ചെയ്താണ് പറയുന്നത് നോക്കാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ആ സെന്റൻസ് വായിക്കുമ്പോൾ മനസ്സിലായെങ്കിൽ മാത്രമേ അത് ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങളുടെ കയ്യിലായിരിക്കുന്നത്. അത് മനസ്സിലാക്കി പഠിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ മാത്രം നിങ്ങൾക്ക് ഒരു എക്സാമിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യം ജോൺ വിൽ ബി ഹിയർ ബൈ ദ നെക്സ്റ്റ് ഇയർ എന്ന് ചോദിച്ചു. അത് ആഡ്വർബിലാണ് വരാം. പക്ഷെ ആ ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് ആൻസർ ആ ക്വസ്റ്റ്യൻ തന്നെ മനസ്സിലാക്കാൻ പറ്റണം. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു? ഓക്കെ, അത് ഏത് ഫ്രേസ് ആണെന്ന് ചോദിക്കുമ്പോൾ അതൊരു ഫ്രേസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അത് ഫ്രേസ് ആണോ, നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് സ്വയം ഒന്ന് അനലൈസ് ചെയ്യാൻ നോക്കാട്ടോ. അങ്ങനെ വേണം നിങ്ങൾ ഓരോ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് മനസ്സിലാവണം. ഇംഗ്ലീഷില് ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്, അതിന്റെ മീനിങ് എന്താണ്, അതിൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ സെൻസ് യൂസ് ചെയ്തിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ എഴുതാൻ പറ്റൂ. ശരിയല്ലേ ഞാൻ പറയുന്നേ? അതെ മിസ്, ശരിയാണ് മാം, ശരിയാണ്. പറഞ്ഞ പോലെ തന്നെ ചെയ്തത് മാം പറഞ്ഞ പോലെ തന്നെ നമ്മൾ റൂള് നോക്കിയാണ് ബാക്കി എല്ലാം ചെയ്ത്. ഈസി ആയിരുന്നു, നല്ല ഈസി ആയിരുന്നു. അത് അതിലുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ നോക്കി വന്നപ്പോ പെട്ടെന്ന് നമുക്ക് ഓപ്ഷൻ കിട്ടും. വേറെ ഡൗട്ട് ഒന്നും വന്നില്ല. ഈ ഒരു ചോദ്യം മാത്രമേ വന്നുള്ളൂ. അപ്പോ അത് ഇപ്പോ ടെസ്റ്റിന് വരുന്ന പോലെ തന്നെ നമുക്ക് എക്സാമിന് വരുന്നെന്ന് നിർബന്ധിച്ചിട്ട് കാര്യമുണ്ടോ? അങ്ങനെ വരാൻ ചാൻസ് കുറവല്ലേ ആവുള്ളൂ. ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് വരും അല്ലെ? പക്ഷെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടി വരില്ലേ? അപ്പൊ എന്താണ് നമ്മൾ മനസ്സിലാക്കണം. ടെൻസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ക്വസ്റ്റിനെ 2 or 3 പ്രാവശ്യം വായിച്ചിട്ടൊക്കെ വേണം ഒന്ന് ആൻസർ ചെയ്യാൻ. ഓക്കെ, ചിലപ്പോ ഈസി ആയിട്ട് വരാം, ചിലപ്പോ ടഫ് ആയിട്ട് വരാം, ഒന്നും അറിയില്ല. അപ്പൊ അതെപ്പോഴും ആക്സെപ്റ്റ് ചെയ്തിരിക്കുക, പ്രതീക്ഷിച്ചിരിക്കുക, എക്സ്പെക്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പോ അഡ്ജക്റ്റീവ് ഫ്രേസ് ക്ലോസ് ഇതെല്ലാം ക്ലിയർ ആണോ? ഹിബ ക്ലിയർ ആണോ? ഓക്കെ മാം, ഒരു എക്സാമ്പിൾ കൂടെ പറയാമോ? ക്ലോസിന്റെ ആണോ? ക്ലോസിന്റെ എക്സാമ്പിൾ ഒന്ന് പറയൂ. ആരെങ്കിലും ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. ഞാൻ പറയാം മാം. ദി കേക്ക് ദാറ്റ് ഷീ ബോട്ട് വാസ് ഡെലീഷ്യസ്. ഇതിൽ ദി കേക്ക് ദാറ്റ് ഷീ ബോട്ട് വാസ് ഡെലീഷ്യസ്.
ഇതില് ദാറ്റ് ഷീ ബോട്ട് എന്ന് പറയുന്ന ആ ഒരു ഇതാണ് ഇവിടെ റിലേറ്റീവ്സ് ദാറ്റ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് വരുന്നത് കൊണ്ട് ഇത് വന്ന അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയാം. കറക്റ്റ് ആണോ മാം? കറക്റ്റ് ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, the cake that she bought was delicious എന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങൾ ആ സെന്റൻസ് വായിക്കുക. ആ സെന്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കേക്കിനെ കുറിച്ചാണ് അല്ലെ? കേക്കാണ്. കേക്ക് അവൾ വാങ്ങിക്കൊണ്ട് വന്ന കേക്ക് നന്നായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അവൾ പറയുന്നത് കേക്കിനെ കുറിച്ചിട്ടാണ്. കേക്ക് ഒരു നൗൺ ആണ് അല്ലെ? അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് അഡ്ജക്റ്റീവുമായി റിലേറ്റ് ചെയ്ത എന്തോ ആണ് എന്ന് മനസ്സിലായി. ഓക്കെ, മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അഡ്ജക്റ്റീവ് ആയിട്ട് എന്തോ റിലേറ്റ് ചെയ്ത് എന്തോ ആണ് നമുക്ക് മനസ്സിലായി. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ്. ഇനി നോക്കേണ്ടത് ഫ്രേസ് ആണോ ക്ലോസ് ആണോ എന്ന് നോക്കണം. അത് കേക്കിന്റെ നമ്മൾ ഒരുപാട് വേർഡ്സ് യൂസ് ചെയ്ത് അത് മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഫ്രേസ് ആകും. അപ്പൊ നമുക്ക് ക്ലിയർ ആണ് the cake she bought was delicious എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരുപാട് വേർഡ്സ് ഒന്നുമില്ല, മോഡിഫൈ ചെയ്തിട്ടില്ല. സോ ഇറ്റ്സ് നോട്ട് അഡ്ജക്റ്റീവ് ഫ്രേസ്. ഓക്കെ, ഇനി നോക്കേണ്ടത് ക്ലോസ് ആണോ എന്നാണ്. ഓൾറെഡി ഇത് ഫ്രേസ് അല്ലെങ്കിൽ ഇത് ക്ലോസ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും. കാരണം അഡ്ജക്റ്റീവ് ആണെന്ന് ഏകദേശം മനസ്സിലായി. ഓക്കെ, കാരണം നൗണിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് അത് അഡ്ജക്റ്റീവിനെ കുറിച്ചാണെന്ന് മനസ്സിലായി. അപ്പൊ നോക്കിയപ്പോൾ ഇത് ഫ്രേസ് അല്ല. ഫ്രേസ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് എന്താണ് ക്ലോസ് ആയിരിക്കും. അങ്ങനെ നമുക്ക് വേണ്ടി ചിന്തിക്കാം. പിന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം, അവിടെ റിലേറ്റീവ് പ്രോണൗൺ ഏതെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ നോക്കാം. അപ്പൊ നോക്കുമ്പോ ഓക്കെ ദാറ്റ് ഉണ്ട്. ദാറ്റിന് ശേഷം ഒരു സബ്ജക്റ്റും വെർബും വന്നിട്ടുണ്ട്. ഷീ ബോട്ട് അല്ലെ? ഷീ സബ്ജക്റ്റ് ആണ്, ബോട്ട് വെർബ് ആണ്. ഓക്കെ, അപ്പോ ഒരു സബ്ജക്ട് വെർബ് കോമ്പിനേഷൻ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓൾറെഡി അത് എന്താണ് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അത് അഡ്ജക്റ്റീവ് ക്ലോസ് ആൻസർ കിട്ടി. ഇങ്ങനെ ആലോചിച്ച് വേണം ആൻസറിലേക്ക് എത്താൻ. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് ഫ്രേസും ക്ലോസും തിരിച്ചറിയാം. അല്ലാതെ വേറെ പ്രത്യേകിച്ച് വഴിയോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കി പഠിച്ചേ പറ്റൂ. ഞാൻ ഒരു എക്സാമ്പിൾ പറയട്ടെ മാം. അഡ്ജക്റ്റീവ് ക്ലോസിൽ the book which is on the table is mine. Which is on the table is an adjective clause modifying book. Okay na ma'am? The book which is on the table is mine. The book which is on the table is mine. Mine. That ആയിരിക്കാം. The ma'am? It ആണ് ഇവിടെ യൂസ് ചെയ്തേ. Which WHICH. Okay. The book which is on the table is mine. M-I-N, mine. So which is on the table is an adjective clause modifying book. Correct ആവോ? The book which is on the table is mine. Yeah. Correct ആവോ? Correct ആകും. അവിടെ പക്ഷേ സബ്ജക്ട് വെർബ് കോമ്പിനേഷൻ വന്നിട്ടില്ല. എന്നാലും നമുക്ക് അത് അഡ്ജക്റ്റീവ് ക്ലോസ് ആയിട്ട് പറയാം. വേറെ എക്സാമ്പിൾ എന്ന് പറയുന്നൊരു വേർഡ് വന്നിട്ടുണ്ട്. മനസ്സിലായോ? ഞാനത് പറയാൻ വരെയാണ്. ചിലപ്പോ സബ്ജക്ട് വെർബ് കോമ്പിനേഷൻ ചിലപ്പോ കണ്ടുവെന്ന് വരില്ല. ചിലപ്പോ ഒരു സബ്ജക്ട് മാത്രം ആയിട്ട് ഒതുങ്ങുക. ഇവിടെ കണ്ടത് അതാണ്. സബ്ജക്ട് മാത്രമായിട്ട് അവിടെ ഒതുങ്ങും. അവിടെ വേർബ് ഇല്ല. ടേബിളിന് മുകളിൽ ഇരിക്കുന്ന ബുക്ക് എന്റെയാണ് എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ അഡ്ജക്റ്റീവ് ക്ലോസിന് എക്സാമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റത്തില്ലേ? എഴുതാൻ പറ്റില്ല. അവിടെ ഉദ്ദേശിക്കുന്നത് മുകളിൽ ഇരിക്കുന്ന ബുക്ക് എന്നാണ് അല്ലെ? അത് നമുക്ക് ഏകദേശം വെറുപ്പായിട്ട് കൂട്ടാൻ പറ്റില്ലെങ്കിലും ഏകദേശം നമുക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ അല്ലെ? ആ ബുക്ക് എന്റെയാണ് എന്നാ പറയുന്നത്. ഒരിക്കലും ഫ്രേസ് അല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അതില് വെർബിനെ മോഡിഫൈ ചെയ്യുന്നില്ലല്ലോ മാം. വെർബിനെ മോഡിഫൈ ചെയ്യുന്നില്ല എന്നല്ലേ ഇതിൽ വരുന്നത്. ബുക്ക് ജസ്റ്റ് അത് ഒരു ക്ലോസ് എന്ന് മാത്രമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയല്ലേ ആ ഒരു സെന്റൻസ് ഇപ്പൊ ജോളി ചേച്ചി പറഞ്ഞ സെന്റൻസ്? ബുക്കിനെ മോഡിഫൈ ചെയ്യുന്നില്ലേ? ടേബിളിന്റെ മുകളിൽ ഇരിക്കുന്ന ബുക്ക് എന്നാണ്. അപ്പോ ബുക്കിനെ മോഡിഫൈ ചെയ്യും. അതൊരു മോഡിഫിക്കേഷൻ ആണ്. ബുക്കിനെ അത് മോഡിഫൈ ചെയ്യുന്നില്ലേ? അത് which is on the book which is on the table. ടേബിളിന്റെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ മാം. വിച്ച് യൂസ് ചെയ്യുന്നില്ലേ അല്ലേ? ഞാൻ ഹൂ ചേർത്തൊരു വേറെ എക്സാമ്പിൾ ഞാൻ എഴുതി വെച്ചതായ റിലേറ്റീവ് പ്രൊനൗൺസ് എല്ലാം ചേർത്തിട്ട് ഞാൻ ഓരോ എക്സാമ്പിൾ എന്റെ ബുക്കിൽ വിച്ച്, ഹൂ, വേറെ, ദാറ്റ് എല്ലാം ചേർത്ത് ഓരോ എക്സാമ്പിൾ എഴുതി വെച്ച് എന്റെ ഒരു ഐഡിയയിൽ എഴുതിയതാ. കറക്റ്റ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഹൂ ചേർത്ത് ഒരെണ്ണം പറയട്ടെ മാം. ദ വുമൺ ഹൂ ഈസ് സ്റ്റാൻഡിങ് ഓവർ ദർ ഈസ് മൈ ടീച്ചർ. അത് ഞാൻ എഴുതിയത് ഹൂ ഈസ് സ്റ്റാൻഡിങ് ഓവർ ദർ ഈസ് ആൻ അഡ്ജക്റ്റീവ് ക്ലോസ് മോഡിഫൈയിങ് വുമൺ.
കറക്റ്റ് ആവുമോ? കറക്റ്റ് ആവും. വുമണിനെ മോഡിഫൈ ചെയ്തതാണ്. വുമൺ അവിടെ നിൽക്കുന്ന വുമണിന്റെ ടീച്ചർ ആണെന്നാ പറയുന്നത്. അത് ദാറ്റ് ചേർത്ത് എഴുതി വെച്ചാൽ ദ കാർ ദാറ്റ് ഈസ് പാർക്ഡ് ഔട്ട്സൈഡ് ഈസ് മൈ ഫാദേഴ്സ്. ദാറ്റ് ഈസ് പാർക്ഡ് ഔട്ട്സൈഡ് ഈസ് ആൻ അഡ്ജക്റ്റീവ് ക്ലോസ് മോഡിഫൈയിങ് കാർ. നിങ്ങൾ ഇതിലേക്ക് ഓരോന്ന് മനസ്സിലാക്കുക. അത് എന്തിനും മോഡിഫൈ ചെയ്യുക, അപ്പൊ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നതെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓരോ റിലേറ്റീവ് ക്ലോസും വെച്ചിട്ട് ഞാൻ ഓരോ എക്സാമ്പിൾ എഴുതി വെച്ചു ബുക്കിൽ. എക്സാമ്പിളൊക്കെ കറക്റ്റ് ആണ്. ഓക്കെ, ഇപ്പൊ ബുക്കിന്റെ കാര്യം നിങ്ങൾ ചോദിച്ചു. ചിലപ്പോ ടേബിളിന്റെ മുകളിൽ ബുക്കിരിപ്പുണ്ടാകാം, ഫ്രിഡ്ജിന്റെ മുകളിൽ ബുക്കിരിപ്പുണ്ടാകാം, അല്ലേ? മനസ്സിലായോ? അപ്പൊ നമ്മള് ഏത് ബുക്കാണെന്ന് പറഞ്ഞാൽ ടേബിളിന് മുകളിലിരിക്കുന്ന ബുക്ക്, അതൊരു ക്വാളിഫിക്കേഷൻ ആണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആലോചിച്ചെടുക്കേണ്ട കാര്യമാണ്. അതെ, അത് തന്നെ വളരെ രീതിയിലും ആലോചിക്കും. വെൻ വെച്ച് എഴുതിയത് ദ ഡേ വെൻ ഐ ഗോട്ട് മാരീഡ് വാസ് ദ ഹാപ്പിയസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ്. അതിൽ വെൻ ഐ ഗോട്ട് മാരീഡ് ഈസ് ആൻ അഡ്ജക്റ്റീവ് ക്ലോസ് മോഡിഫൈയിങ് ഡേ. പക്ഷേ വെച്ച് വരാൻ ചാൻസ് ഇല്ല. The day when I got married was the happiest day of my life. എഴുതി വെച്ചു. എന്നിട്ട് when I got married is എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ക്ലോസും മോഡിഫൈ ചെയ്യുന്നത് ഡേ. ദ ഡേ, ആ ഡേ അതിനെ ആ മാരീഡ് ലൈഫ് അതിനെ മോഡിഫൈ ചെയ്യുന്നതായിട്ട് എന്റെ ഒരു ആശയം വെച്ചു. അങ്ങനെ ഞാൻ അത് കറക്റ്റ് ആണെന്ന് ചിന്തിച്ചു. പക്ഷേ നമുക്ക് പെണ്ണ് വരില്ല ജോലി. കാരണം പെൺ വന്നു കഴിഞ്ഞാല് പെണ്ണില് ചോദിക്കുന്നത് എപ്പോഴാണെന്നാണ്. അവിടെ നൗണിനായിട്ട് കണക്ട് ചെയ്യാൻ ചാൻസ് കുറവാണ്. ഒരിക്കലും അത് റിലേറ്റീവ് പ്രോണൽ വരുന്ന ഒന്നല്ല വെൻ. റിലേറ്റീവ് പ്രോണൽ ഉൾപ്പെടത്തില്ലേ? ഇല്ല, വെൻ റിലേറ്റീവ് പ്രോണൽ വരുന്നത് ഹൂ, വിച്ച്, ദാറ്റ്, ഹൂസ് ഒക്കെയാണ് വരാം. വേറെ എഴുതിയിട്ടുണ്ട്. ഹൂ, വിച്ച്, വേറെ, ദാറ്റ്, ഹൂസ്, വെൻ, ഹും. ഇത്ര എഴുതിയിട്ടുണ്ട്. ഇത്ര എണ്ണത്തിന് ഓരോ എക്സാമ്പിൾ എഴുതി വെച്ചിട്ടുണ്ട്. ഹും വരുമോ? ഹും അതൊരു വ്യക്തിയിലേക്കല്ലേ നമ്മള് ഫോക്കസ് ചെയ്യുന്നത്. ഹുമ്മിന് എഴുതിയത് ദ ടീച്ചർ ഹും ഐ മെറ്റ് യെസ്റ്റർഡേ ഈസ് വെരി കൈൻഡ്. അതിൽ ഹും ഐ മെറ്റ് യെസ്റ്റർഡേ അഡ്ജക്റ്റീവ് ക്ലോസ്, അത് മോഡിഫൈ ചെയ്യുന്ന ടീച്ചർ. അങ്ങനെ എഴുതി. അത് കറക്റ്റ് ആണോ മാം? കറക്റ്റ് ആണ്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം. Tom read the book which was very interesting എന്ന് പറയുമ്പോ ടോം വായിക്കുന്ന ബുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ബുക്കിനെ മോഡിഫൈ ചെയ്യുന്നില്ല, മോഡിഫൈ ചെയ്യാം. റിലേറ്റീവ് പ്രൊനൗൺ ഉണ്ട്, റിലേറ്റീവ് പ്രൊനൗൺ ഉണ്ട്, അവിടെ വെർബ് ഉണ്ട്, സബ്ജക്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. സബ്ജക്റ്റ് ഇല്ലേ? ടോം സബ്ജക്റ്റ് വരില്ല. അങ്ങനെയല്ല, ക്ലോസിലാണ് ഉദ്ദേശിച്ചത്. ക്ലോസിൽ ഇരുന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് പറയാൻ കുഴപ്പമില്ല. അപ്പൊ സബ്ജക്റ്റും വെർബ് കോമ്പിനേഷൻ പ്രതീക്ഷിക്കേണ്ട, ഏതെങ്കിലും ഒന്ന് ഒരെണ്ണം വരും. These are the books that he had asked us to read. അറിയാം. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് നോക്കുമ്പോഴേ എന്തിനെങ്കിലും മോഡിഫൈ ചെയ്യുന്നുണ്ടോ, പിന്നെ റിലേറ്റീവ് പ്രൊനൗൺ ഉണ്ടോ, ഇത്രയുമാണ് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അല്ലേ. പിന്നെ സബ്ജക്ട് വെർബ് ഉണ്ടെന്നുള്ളത് വിഷയമല്ല എന്നാ പറയുന്നത്. സെന്റൻസ് നിങ്ങൾ എന്തിനെയാണോ മോഡിഫൈ ചെയ്യുന്നത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അത് അഡ്ജക്റ്റീവ് ആണോ ആഡ്വർബ് ആണോ എന്നൊക്കെ മനസ്സിലാവും. ശരിയല്ലേ? ഫസ്റ്റ് ആ സെന്റൻസിന്റെ ഫസ്റ്റ് നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ തന്നെ ടോം റീഡ് ദ ബുക്ക് എന്ന് മനസ്സിലായി. അത് വായിക്കുമ്പോൾ എന്താ മനസ്സിലാവും? ടോം റീഡ് ദ ബുക്ക്. ടോം വായിക്കുന്ന ബുക്ക് ഫോക്കസ് ചെയ്യുന്ന ബുക്കിനെയാണ്, ടോമിനെയല്ല, അല്ലെ? അതിനുശേഷമുള്ള വേർഡ് എന്താണ്? ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ് എന്നാ പറയുന്നത്. അപ്പൊ ബുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് എന്നാ പറയുന്നത്. ടവണിനെയാണ് മോഡിഫൈ ചെയ്തത്. അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ ഒത്തിരി ഫ്രേസ് അല്ല, എന്താണ്? ക്ലോസ് ആണ്, സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ പഠിക്കും.
അതാണ് ഏറ്റവും നല്ലത്. ഒരുപാട് ആധികാരികമായ റൂൾസ് ഒക്കെ വെച്ച് പഠിച്ചാൽ മനസ്സിലാകില്ല. എനിക്ക് ഒക്കെ പറയുന്നില്ലേ, അതിന് മുമ്പാണോ സബ്ജക്ട് വരണ്ടേ അതിന് ശേഷമാണോ സബ്ജക്ട് വരണ്ടേ? അടിപൊളി. അങ്ങനെ നോക്കി പഠിക്കണ്ടേ. ശരിക്കും റിലേറ്റീവ് പ്രോണൗൺ കഴിഞ്ഞിട്ടാണ് സബ്ജക്ട് വെർബ് വരേണ്ടത്. പക്ഷെ ഇവിടെ നോക്കൂ, ഏതെങ്കിലും ഒരെണ്ണേ വരുള്ളൂ കേട്ടോ. സബ്ജക്ട് വെർബ് ഒരുമിച്ച് വരാൻ ചാൻസ് ഉണ്ട്, ഏതെങ്കിലും ഒരെണ്ണം വരാനും ചാൻസ് ഉണ്ട്. അങ്ങനെ പഠിക്കുക. അല്ലാതെ നിങ്ങൾ നോക്കുമ്പോ അയ്യോ സബ്ജക്ട് വെർബും കാണുന്നില്ലല്ലോ, രണ്ടും ഇല്ലെങ്കിൽ അത് ക്ലോസ് ആകോ എന്ന് വിചാരിച്ച് അത് അഡ്ജക്റ്റീവ് ക്ലോസ് അല്ല എന്ന് പറയരുത്. മനസ്സിലായോ? മിസ് ലാസ്റ്റ് ക്ലാസ്സിൽ തന്ന റൂൾസ് പ്രകാരമേ മിസ് അതിൽ പറയുന്നുണ്ട്. അതായത് സെന്റൻസ് എന്തിനെയാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നോക്കുക, നൗൺ ആണോ, പ്രോനൗൺ ആണോ, വെർബാണോ. അതേപോലെ സെന്റൻസിൽ റിലേറ്റീവ് പ്രോനൗൺ ആണോ നോക്കുക, അല്ലെങ്കിൽ സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ ആണോ നോക്കുക. അങ്ങനെ മിസ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അത് റൂൾസ് എഴുതിയപ്പോ അതിപ്പോ അഡ്വർബ് ആണോ അഡ്വർബ് ക്ലോസിന്റെ ഒക്കെ റൂൾസ് എഴുതിയപ്പോ പറഞ്ഞ കാര്യമാണ് മിസ്. പറഞ്ഞതായിരുന്നു, ഒരുമിച്ചാണ് മിസ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ നോക്കാൻ എനിക്കൊന്നും മാം കൺഫ്യൂഷൻ വരത്തില്ല. അതെ ശരിയാണ് മാം. കാരണം നമ്മൾ അഡ്ജക്റ്റീവ് ക്ലോസിന്റെ അതുപോലെ ഇൻസ്ട്രക്ഷൻ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് സെന്റൻസ് കാണുമ്പോൾ തമന്ന പറഞ്ഞ പോലെ നമുക്ക് അത് അങ്ങനെ നോക്കാൻ തോന്നും. അപ്പൊ അങ്ങനെ നോക്കുമ്പോ അത് പെട്ടെന്ന് നമുക്ക് ക്ലിക്ക് ആവും. അതാണ് മാം എളുപ്പം, എല്ലാവർക്കും മനസ്സിലാവും തോന്നുന്നു. മാം അതൊന്നും കൂടെ പറയാവോ എഴുതാനാ? ഞാൻ തരുന്ന നോട്ടുകൾ എനിക്ക് പിന്നീട് പറയാൻ പറ്റില്ല, സ്പോട്ടിൽ കിട്ടുന്നതാണ്. ഓക്കെ, നിങ്ങളിപ്പോ പറഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പോലും ഓർത്ത്. പിന്നെ സബോർഡിനേറ്റ് കൺജക്ഷൻ പറഞ്ഞത് അത് അഡ്വർബിന്റെ കാര്യമാണ് കേട്ടോ, അഡ്ജക്റ്റീവല്ല. അഡ്വർബ് ക്ലോസും കൂടെ മാം ഇപ്പൊ പറഞ്ഞ പോലെ മാം അന്ന് പറഞ്ഞ റൂളില്ലേ അത് പ്രകാരം നോക്കുന്ന എളുപ്പം. സത്യം, ഇത്രയും കുഴപ്പിക്കത്തില്ല നമ്മള്. അതെ, ഇപ്പൊ ഞങ്ങളിപ്പോ അഡ്ജക്റ്റീവ് ക്ലോസിന് എഴുതിയിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ നൗണിന് ശേഷം ഒരു റിലേറ്റീവ് പ്രൊനൗൺ യൂസ് ചെയ്തിട്ടായിരിക്കും ക്ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പൊ ക്ലോസ് എന്താണ് നമുക്ക് ഓൾറെഡി അറിയാം. സബ്ജക്റ്റും വെർബും അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് ക്ലോസ് എന്നുള്ളത് അറിയാം. അപ്പൊ അങ്ങനെ 1 by 1 ആയിട്ട് നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചു പോകുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് കിട്ടും. ആഡ്ജക്റ്റീവ് ക്ലോസ് ആണ് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ ഒരു ഇൻസ്ട്രക്ഷൻ ആഡ്വർബ് ക്ലോസിനും കൂടി കിട്ടിയിരുന്നെങ്കിൽ പെട്ടെന്ന് റിലേറ്റ് ചെയ്യായിരുന്നു എന്നാണ് ഇപ്പൊ തമന്ന പറഞ്ഞത്. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കാം. അഡ്ജക്റ്റീവ് ക്ലോസിൽ പറഞ്ഞത് റിലേറ്റീവ് പ്രോണൗൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? സിമ്പിൾ, അത് എളുപ്പമാണ്. കാരണം 5 6 റിലേറ്റീവ് പ്രോണൗണേ ഉള്ളൂ. ഓക്കെ, സിമ്പിൾ ആണ്. പക്ഷെ ആഡ്വർബിന്റെ കാര്യത്തിൽ വരുമ്പോ ഈ കൺജക്ഷൻ ഉണ്ടല്ലോ, സബോർഡിനേറ്റ് കൺജക്ഷൻ, അതില് ഈ പറയുന്ന റിലേറ്റീവ് പ്രോണൗൺ വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ, അതിന്റെ കൂടെ ഒരു കാര്യം ചോദിച്ചോട്ടെ. അപ്പൊ ഞാൻ എഴുതിയ നോട്ടിൽ വന്ന മിസ്റ്റേക്ക് ആണോന്ന് അറിയില്ല. അപ്പൊ ഇപ്പൊ നമ്മൾ അഡ്ജക്റ്റീവ് അഡ്വർബ് ക്ലോസിന്റെ നോട്ട്സ് ഞാൻ അങ്ങനെ എഴുതിയപ്പോ ഒരു ഇൻസ്ട്രക്ഷൻ പോലെ ജസ്റ്റ് എഴുതി പോകുന്നതാണ്. അതിൽ ഫസ്റ്റ് നമ്മളിപ്പോ വെർബിനെയാണോ ഫോക്കസ് ചെയ്യുന്ന ഒരു സെന്റൻസ് കാണുമ്പോൾ ആദ്യം ചെക്ക് ചെയ്യുക. ദെൻ നമ്മൾ കൺജക്ഷൻസ് അല്ലെങ്കിൽ റിലേറ്റീവ് പ്രൊനൗൺസ് വെച്ചിട്ടാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ അത് അഡ്വർബ് ക്ലോസ് ആകുന്നു എന്നുള്ളതാണോ കറക്റ്റ്? അപ്പൊ ചില കേസിൽ മാത്രം റിലേറ്റീവ് പ്രൊനൗൺസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം, ചില കേസിൽ. ഓക്കെ, അപ്പൊ ഞാൻ അത് എഴുതിയിരിക്കുന്നതിനകത്തിൽ തെറ്റില്ല. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, സെന്റൻസ് വായിച്ചു നോക്കിയിട്ട് സെന്റൻസ് എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഒരു നൗണിനെ മോഡിഫൈ ചെയ്തതാണോ അല്ലെങ്കിൽ നൗൺ ചെയ്ത പ്രവൃത്തിയെ മോഡിഫൈ ചെയ്യുന്നതാണോ എന്ന് നോക്കാം. പ്രവൃത്തിയെ മോഡിഫൈ ചെയ്യുന്ന സെന്റൻസ് ആണെങ്കിൽ അത് ആഡ്വർബിൽ പെടുന്ന ഒന്നാണ്. ഓക്കെ, ഇനി നൗണിനെ മോഡിഫൈ ചെയ്യുന്ന ഒന്നാണെങ്കിൽ അത് അഡ്ജക്റ്റീവിൽ പെടുന്ന ഒന്നാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് ആ സെന്റൻസ് വായിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ചെയ്യേണ്ടത് അവിടെ ആ സെന്റൻസിൽ റിലേറ്റീവ് പ്രോണൗണോ അല്ലെങ്കിൽ കൺജക്ഷനോ സബോർഡിനേറ്റ് കൺജക്ഷനോ ഏതും ആകാം. ഓക്കെ, ഏതെങ്കിലും വെച്ച് യൂസ് ചെയ്തിട്ടുണ്ടോ, അവിടെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ നോക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് അത് മറ്റേ റിലേറ്റീവ് പ്രോണൗൺ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും, അത് അഡ്ജക്റ്റീവ് ആണോ എന്നുള്ളത്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നോട്ട് നോക്കാം. നൗണിനെയാണത് മോഡിഫൈ ചെയ്തെങ്കിൽ അത് ഒബ്വിയസ്ലി അത് എന്താണ്, അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. അപ്പോ അഡ്ജക്റ്റീവ് ക്ലോസ് ആണെന്ന് നിൽക്കട്ടെ. ഇനി നിങ്ങൾ സെന്റൻസ് വായിച്ചു, അഡ്വർബായിട്ട് അഡ്ജക്റ്റീവായിട്ട് കണക്ഷൻ പോലെ തോന്നി എന്ന് വിചാരിച്ചു. നിങ്ങൾ ആലോചിച്ചപ്പോ പെട്ടെന്ന് അഡ്ജക്റ്റീവായിട്ട് കണക്ഷൻ വന്ന പോലെ തോന്നി എന്ന് വിചാരിക്കാം. പക്ഷേ
യൂസ് ചെയ്തിരിക്കുന്ന വേർഡ് സബോർഡിനേറ്റീവ് കൺജങ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈസിയാണ് അത് ആഡ്വർബ് ക്ലോസ് ആയിട്ട് എഴുതാം. നിങ്ങൾ വിചാരിച്ചത് അഡ്ജക്റ്റീവ് ആണെന്ന് വിചാരിച്ചെങ്കിലും കണ്ടത് സബോർഡിനേറ്റീവ് കൺജങ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് എന്താണ് ആഡ്വർബ് ക്ലോസ് ആയിട്ട് എഴുതാവുന്നതാണ്. അത് കറക്റ്റ് ആയിരിക്കും. ഇനി സപ്പോസ് റിലേറ്റീവ് പ്രോണൗൺ വെച്ച് സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. ആഡ്വർബിന്റെ സ്ഥാനത്ത് റിലേറ്റീവ് പ്രോണൗൺ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നു, അഡ്ജക്റ്റീവ് ആണോ ആഡ്വർബ് ആണോ, കൺഫ്യൂഷൻ വന്നു. എന്താ ചെയ്യണ്ടേ? സെന്റൻസ് നന്നായിട്ട് വായിച്ചു നോക്കാം. എന്നിട്ട് അത് ആഡ്വർബിനെ മോഡിഫൈ ചെയ്തു, വെർബിനെ മോഡിഫൈ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് അറിയാം അത് ആഡ്വർബ് ആണ്. ആഡ്വർബിന് ബേസ് ചെയ്ത് എന്തോ പറയുന്നതാണ് എന്ന് മനസ്സിലായി. എന്നിട്ട് അവിടെ റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എഴുതാലോ. കാരണം വെർബിനെ മോഡിഫൈ ചെയ്ത് പറഞ്ഞു എന്താണ് അത് ആഡ്വർബ് ക്ലോസ് ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ ഇപ്പൊ പറഞ്ഞത്? മനസ്സിലായി മാം. ഇനി ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിലോ ഇങ്ങോട്ടോ ഞാൻ ഇത് പറയില്ല. പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. ഇതുവരെ നിർത്താം. നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ നിങ്ങൾ നോട്ട് എഴുതി വെക്കാം. മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും ഒരു എസ്സേ പോലെയോ നോട്ട് എഴുതി ഇപ്പൊ തന്നെ വെക്കാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ മറന്നുപോകും. ഇപ്പൊ പറഞ്ഞായിരിക്കും ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ചിലപ്പോൾ നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ വീണ്ടും കൺഫ്യൂഷൻ വരും. ഓക്കെ, ക്ലിയർ? ഇതുവരെ ക്ലിയർ ആണല്ലോ? ഒരു ഡൗട്ട് ഇല്ലല്ലോ ഇനി? ഇല്ല മാം, ഇല്ല, ക്ലിയർ ആണ്. ഓക്കെ, അപ്പോ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ നൗൺ ക്ലോസും ഫ്രേസും നോക്കിയിട്ട് വരാം. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ ഒരു കാര്യം, കൺഫ്യൂഷൻ ഉള്ള ഈ 3 ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം സിമ്പിൾ ആണ്. ബാക്കിയെല്ലാം എനിക്ക് നന്നായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് എനിക്കും ഒരു പേടി. ക്ലാസ്സിലൊക്കെ മൊത്തം മനസ്സിലാകുമോ എന്നൊരു പേടിച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. കാരണം ഇത് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കേണ്ടത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള പണിയാണ്. ശരിയല്ലേ? നിങ്ങൾക്ക് പഠിച്ചപ്പോ നിങ്ങൾക്ക് എന്ത് തോന്നി? മനസ്സിലാക്കാൻ കുറച്ച് ടഫാണ് അല്ലേ? അപ്പൊ എന്റെ അവസ്ഥ നിങ്ങൾ എങ്ങനെയൊന്നും പഠിപ്പിച്ചെടുക്കണം എനിക്ക്. ഞാൻ മാം ഒരിക്കലും ക്ലാസ് കൺഫ്യൂഷൻ ആക്കണമെന്ന് വിചാരിച്ചല്ല ഈ ഡൗട്ട് ചോദിച്ചത്. നമ്മള് ക്ലാസ്സിൽ ഇരിക്കുമ്പോ കുട്ടികൾ ഡൗട്ട് ചോദിക്കുന്ന കേൾക്കുമ്പോഴേ ഞാൻ സത്യം പറഞ്ഞാൽ വിയർത്തു പോവാറുണ്ടിരുന്നു. ഇപ്പൊ തന്നെ 5 മാസം ആയിട്ടുണ്ടെങ്കിലും ഞാൻ മിസ്സിന്റെ നോട്ട് തന്നെ അവിടെ കൊണ്ടുപോകുന്നത് അവർക്ക് ഗ്രാമർ പഠിപ്പിക്കാൻ കേട്ടോ. അപ്പോ ഇവര് ചോദിക്കും ക്ലോസ് എങ്ങനെയാ അതെങ്ങനെയാ. അപ്പൊ ചിലപ്പോ നമ്മളങ്ങ് തകർന്നു പോകും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ചോദിക്കുന്നത് ക്ലിയർ ആക്കിയിട്ട്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ മറ്റന്നാ റിസൾട്ട് വരുവാണ് 8ാം ക്ലാസ്സിന്റെ മാം. കണ്ടായിരുന്നോ ന്യൂസ്? മിനിമം വാല്യുവേഷൻ രീതിയാ PTA മീറ്റിംഗോട് കൂടി വരികയാണ് റിസൾട്ട്. ഫൈനൽ റിസൾട്ട് 8ാം ക്ലാസ്സിന് ഇങ്ങനെ വരികയാണ്. PTA മീറ്റിംഗ്, പേപ്പർ കൊടുക്കും. മിനിമം മാർക്ക് ഇല്ലാത്തവർക്ക് ഈ മന്ത് എൻഡില് റീടെസ്റ്റ് പരീക്ഷ ഹൈസ്കൂളിൽ. തമന്ന ചെറിയ ക്ലാസ്സിനും ഉണ്ട്. തമന്ന 4, 5, 6 ഉണ്ടത്. ഓക്കെ അപ്പൊ എല്ലാവർക്കും ഉണ്ട്. അതെ, ശരി. ഇവിടെയൊക്കെ ഉണ്ട് മാം. എങ്ങനെയാണെന്നറിയോ? മാർക്ക് ഇല്ലെങ്കിൽ റീടെസ്റ്റ്, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എല്ലാരും ജയിപ്പിച്ച് പിടിയല്ലേ. പണിയായി മാം, വെക്കേഷൻ വെള്ളത്തിലായി. അവർക്ക് റീടെസ്റ്റിന്റെ മാർക്ക് ഇല്ലെങ്കിൽ ഒന്നുകൂടി ആ കൊല്ലം തന്നെ ക്ലാസ്സിൽ ഇരുത്തും. ഇവിടെയൊക്കെ അങ്ങനെയാ. സ്പെഷ്യൽ ക്ലാസ് എടുക്കണം പിന്നെ. അതെ. നിങ്ങൾ ഒരു കാര്യം ചെയ്യും. നിങ്ങൾ എല്ലാവരും ടീച്ചേഴ്സ് ആണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സ്റ്റുഡൻസിനെ പഠിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. മസ്റ്റ് ആണ്, അറിയാലോ. അതിന് വേണ്ടിയാണ് നിങ്ങൾ കോഴ്സിൽ വന്നിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിൽ വേണം. ഓക്കെ, നമ്മള് ടീച്ചേഴ്സ് ആയതുകൊണ്ട് പഠിപ്പിക്കുകയാണ് അല്ലെ? നമ്മൾ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുകയാണ്. പഠിപ്പിക്കൽ മാത്രമല്ല ചെയ്യുന്നത്, അവരുടെ ഡൗട്ട് കൂടെ ക്ലിയർ ചെയ്യണം. സോ എന്ത് രീതിയിലും ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും അവർ ചോദിക്കാം. എങ്ങനെ എന്തൊക്കെയാ ചോദിക്കുന്നത് നമുക്ക് പോലും അറിയാൻ പറ്റില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഡൗട്ട് വരെയും അവർ ചോദിക്കും. അതെല്ലാരും പ്രതീക്ഷിച്ചിട്ട് വേണം പഠിപ്പിക്കാൻ പോവാൻ. ഓക്കെ, അതിന് നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം. ഏതൊക്കെ രീതിയിൽ ചോദിക്കാം എന്നൊരു ഐഡിയ നമുക്ക് വേണം. അതിന് നമ്മൾ പറയേണ്ട ആൻസറും എന്തായാലും അതെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോകാൻ. ഏറ്റവും സിമ്പിൾ, നിങ്ങൾ എന്താണോ പഠിപ്പിക്കുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടാവണം. അല്ലാതെ നിങ്ങൾ പഠിപ്പിക്കാൻ പോകരുത്, വിട്ടുപോകും. ഇപ്പോ കുട്ടികളെ ചോദിക്കുന്ന പോലെയാ. നിങ്ങൾ ചോദിക്കുമ്പോ എനിക്ക് ആ ആൻസർ പറയാൻ പറ്റണ്ടേ? ആലോചിച്ച് നോക്കി, ആൻസർ പറയാൻ പറ്റണ്ടേ? അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇടുന്നത് കാര്യമുണ്ടോ? ഇല്ല, ആൻസർ പറയുന്നുണ്ടോ? ഇല്ല, ഡൗട്ട്.
നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈസിയാ. പഠിക്കുന്നതിന് മുന്നേ നമുക്ക് വേർത്ത് പോകും. പഠിക്കുന്നതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കിക്കൊണ്ട് നമ്മൾ എന്തെങ്കിലും പഠിപ്പിക്കാന്ന് വെച്ചാൽ നമ്മൾ വേർത്ത് പോകും. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കത്തില്ല ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് വരുന്നത്. നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കയ്യിലാ കുഴപ്പം. നമ്മൾ ടൈം എടുത്ത് നമ്മൾ വർക്ക് ചെയ്യണം. ഞാൻ എടുക്കുന്ന ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ട് മാം. എനിക്ക് ക്ലാസ് മിസ്സായിട്ടില്ല. മാമിന്റെ ഒരു ഷോർട്ട് നോട്ടോട് ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ആ വലിയ ഷോർട്ട് നോട്ട് ഉപകാരമായിരുന്നു. കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു മാം. നമുക്ക് ടെസ്റ്റ് നോക്കുമ്പോ അത്ര അങ്ങോട്ട് എനിക്ക് ഞങ്ങൾക്ക് തോന്നുന്നു പറ്റുന്നില്ല. പറഞ്ഞായിരുന്നു മാം. തരാന്ന് മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷോർട്ട് നോട്ടോ? ആ എല്ലാത്തിന്റെയും തരാന്ന് തരാന്ന് പറഞ്ഞിരുന്നു. എല്ലാ എക്സാമ്പിൾസ് ഒക്കെ ക്ലാസ്സിന്റെയും വെച്ചിട്ട് ടീച്ചർ ജസ്റ്റ് എഴുതുന്ന നമുക്ക് നോട്ട് അന്ന് അതായത് പറഞ്ഞിരുന്നു. നമുക്കൊരു ഞാനൊരു ടെക്സ്റ്റിൽ കാര്യം നമുക്ക് നിങ്ങളോട് വരുന്ന പറയാം. നോട്ട് എഴുതാറില്ല. ഞാനിപ്പോ നിങ്ങൾക്ക് എങ്ങനെയും പറഞ്ഞ് മനസ്സിലാക്കും. ഞാൻ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയോ? ആദ്യം ഒരു ടോപ്പിക് കിട്ടുമ്പോ ഫസ്റ്റ് നോട്ട് എഴുതരുത്. മനസ്സിലായോ? അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരാണ്. നമ്മൾ ചെറുപ്പം മുതൽ പഠിച്ചൊരു കാര്യമാണ്. കിട്ടുന്ന സമയം ടീച്ചർ പറയും ഓൺ ദ സ്പോട്ടിൽ നോട്ട് എഴുതി വെക്കും. എന്നിട്ട് ഈ നോട്ട് കൊണ്ട് വീട്ടിൽ പോയി കഴിഞ്ഞാലോ എന്തെങ്കിലും മനസ്സിലാവോ? ഒന്നും മനസ്സിലാവില്ല. വെറുതെയാണ്. പക്ഷേ ആ ക്ലാസ്സിലൊന്ന് ശ്രദ്ധിച്ചിരുന്നു നോക്കി, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കാം. നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ്. എന്നിട്ട് നിങ്ങൾ മനസ്സിലായ രീതിയിൽ നിങ്ങൾ സ്വന്തമായിട്ട് നോട്ട് എഴുതി നോക്കി. പിന്നെ നോട്ട് നിങ്ങൾക്ക് എപ്പോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്. മനസ്സിലായോ? ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നേ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ എപ്പോഴും ഒരു നോട്ട് എഴുതി വെക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്. അല്ലാതെ ഞാൻ തരുന്ന നോട്ട് പഠിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് കറക്റ്റ് പക്ക മലയാളത്തിലൊന്നും എഴുതണമെന്നൊന്നുമില്ല. അങ്ങനെ പറയുന്നു, ഇത് അതിൻ്റെതാണ്, അവിടെ പറയുന്നത് ഇങ്ങനെയാണ് എന്നൊന്നും എഴുതണ്ട. നിങ്ങൾ എങ്ങനെയാണോ സംസാരിക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണോ നോട്ട് കണ്ടാൽ മനസ്സിലാവുന്നത്, ആ രീതിയിൽ വേണം നിങ്ങൾ നോട്ട് ചെയ്താൽ. അങ്ങനെ എഴുതി നോക്കിയേ, അത് എപ്പോഴും നിങ്ങൾക്ക് ഓർക്കാനും പറ്റും. നിങ്ങൾക്ക് ആ നോട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും. എന്റെ ക്ലാസ് വരെ നിങ്ങൾക്ക് ആ നോട്ട് കണ്ടാൽ നിങ്ങൾ ഓർക്കും. മനസ്സിലായോ? ചെയ്തോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളില്ലേ, എങ്ങനെ ഒരു ക്ലോസ് കണ്ടുപിടിക്കാം എന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഒരു ധാരണയില്ലേ? എങ്ങനെ ക്ലോസ് കാണാം, എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? ശരിയാണോ? അറിയോ? നിങ്ങൾക്ക് മനസ്സിലായോ അത്? എല്ലാ സബ്ജക്റ്റും ഞാൻ അങ്ങനെ തന്നെ മാം. ഓരോ സബ്ജക്റ്റിനും ടൈം എടുക്കുക, തന്നെ വർക്ക് ചെയ്യുക, തന്നെ നോട്ട് പ്രിപ്പയർ തന്നെ റീഡ് ചെയ്യുക. മറ്റാരുടെയും നോട്ട് എഴുതാറില്ല. മനുഷ്യരുടെ ടീച്ചർ തരുന്നതും എഴുതത്തില്ല. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് അത്രയ്ക്കുള്ളതോ ടെസ്റ്റ് ഇല്ലാത്തതോ മാത്രം നോട്ട് ചെയ്ത് വെക്കും. ബാക്കി എഴുത്തില്ല. തന്നെ ബുക്ക് വാങ്ങിയിട്ട് തന്നെ ഇരുന്ന് ടൈം കിട്ടി പ്രിപ്പയർ ചെയ്യും. നിങ്ങൾ ചെയ്യാട്ടോ. നിങ്ങൾ കൊച്ചു കുട്ടികളൊന്നല്ല. അതൊന്ന് ആലോചിച്ച് നോക്കിയേ. കൊച്ചു കുട്ടികളൊന്നല്ല നമുക്ക് എല്ലാ കാര്യങ്ങളും ഏകദേശം അറിയാം. കുഞ്ഞുമക്കൾക്കാണെങ്കിൽ നമുക്ക് നോട്ട് കൊടുക്കണം. കാരണം അവർക്ക് നോട്ട് എഴുതാനുള്ള കഴിവില്ല. അതുകൊണ്ട് പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലോ. നിങ്ങൾക്ക് അറിയാം എങ്ങനെ ഒരു നോട്ട് എഴുതണം. ഇപ്പോ ഈ ക്ലാസ് കഴിഞ്ഞു, ഒരു 12:30 ക്ലാസ് കഴിയും. ഇന്ന് എന്തൊക്കെയാണോ എടുത്തത്, നിങ്ങൾക്ക് എന്തൊക്കെയാണോ മനസ്സിലായത് എന്ന് നോട്ട് എഴുതിയതിനു ശേഷം വേറെ വർക്കിലേക്ക് പോവുക. അത്രയേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് നോട്ട് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ എന്നോട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ പറയും. ഞാൻ പറഞ്ഞുതരാം എങ്ങനെ എഴുതണം, എന്തെഴുതണം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ടീച്ചേഴ്സ് ആണ് കേട്ടോ. നിങ്ങള് മറക്കരുത്. ഇപ്പൊ എനിക്ക് സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾ ടീച്ചേഴ്സ് അല്ലേ? എന്താണ് ഇങ്ങനെ? മോണ്ടിസോറി ടീച്ചേഴ്സ് ആണ്. ഒരിക്കലും സ്റ്റുഡന്റ് ആയിട്ട് കാണല്ലേ. ഞാൻ നിങ്ങളുടെ മെന്റർ ആണ്. ഐ എം നോട്ട് ടീച്ചർ. ഓക്കെ, മെന്റർ ആണ്. ഓക്കെ, അത്രയ്ക്കേ ഉള്ളൂ. ഓക്കെ ആണ്? ക്ലാസ് ഓക്കെ ആണ്? എല്ലാരും സൈലന്റ് ആയിപ്പോയി. സൈലന്റ് ആയിപ്പോ എന്ത് സൈലന്റ് ആണല്ലോ? സ്വയം ഒന്ന് ആലോചിക്കുകയാണോ? ഞാൻ എന്താണ്, ഞാൻ എങ്ങനെയാണ്, എന്താണോ? എന്തേ സംസാരിക്കുവോ? അതെ മാം, സത്യം. സ്വയമായിട്ടൊന്ന് വിലയിരുത്തിയതാ. കുട്ടികളാ. ഇതാക്കിയതാണ്. ഇപ്പൊ നമ്മള് ഗ്രൂപ്പിൽ നോട്ട് ഇടുന്ന ഉദ്ദേശം എന്ന് വെച്ചാൽ തന്നെ വർക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു ഉദ്ദേശമല്ല മാം. നമുക്ക് ഒരുപാട് പേര് അറിയാം ഇതിൽ കേട്ടോ. ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ളവര്, പിന്നെ വീട്ടില് ജോലിക്കൊക്കെ പോണവരൊക്കെ ക്ലാസ് ഒട്ടും കാണാൻ പറ്റാത്തവരുണ്ട്. അപ്പൊ അവർക്കും പിന്നെ ഒരു ജസ്റ്റ് ഒരു ഹെൽപ്പ്, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് നോട്ട്സ്.
നോട്ട് വേണം, നോട്ട് വേണം. ഞാൻ എന്റെ നോട്ടിന് താഴെ ഞാൻ പ്രത്യേകം വോയിസ് ഇടാറുണ്ട്. നിങ്ങൾ ഇതിൽ ഒതുങ്ങി കളയരുത്, ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തോ റെഫർ ചെയ്തോ. എന്റെ എളുപ്പത്തിനാണ് ഞാൻ ഈ നോട്ട്സ് ചുരുക്കുന്നത്. അത് ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് എല്ലാരോടും പറയുന്ന കാര്യമാണ്. എനിക്കിത് മതി, ഇത് മനസ്സിലാവും അങ്ങനെ. പക്ഷെ നിങ്ങൾ ഒരുപാട് ഓരോരുത്തരുടെ കാലിബർ അനുസരിച്ച് മലയാളത്തിലോ ഇംഗ്ലീഷിലോ, അതുകൊണ്ട് നമ്മുടെ അർച്ചനയ്ക്ക് പ്രത്യേക ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവള് മലയാളം നോട്ട് ഇടും. അപ്പൊ ഇംഗ്ലീഷും മലയാളവും ഒക്കെ നമ്മളൊരു ഹെൽപ്പ് ഉദ്ദേശിക്കുന്നുള്ളൂ. ബാക്കി ഫുള്ള് അവരെന്നെ പഠിക്കാറുണ്ട്. ഡൗട്ട് വരുമ്പോ ചോദിക്കും. മാം അത് നല്ലൊരു ഹെൽപ്പാ. എന്താന്നറിയോ, ഞങ്ങൾക്കൊക്കെ ചില മിസ്റ്റേക്കുകൾ ഉണ്ടാവുമ്പോ തമന്നനെ നോട്ട് എഴുതും, അർച്ചന ആന്റി രണ്ടും കൂടി നോക്കി ഞങ്ങൾക്ക് അറിയാത്ത അവളോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അത് ഗ്രൂപ്പിൽ നല്ലൊരു ഹെൽപ്പാണ്. ചിലവർ തമന്ന പറഞ്ഞ പോലെ ഹോസ്പിറ്റലിലും ജോലിക്ക് പോകുന്നവർക്കൊക്കെ എന്നെ അപേക്ഷിച്ച് നല്ലൊരു ഹെൽപ്പാ. ഒറ്റയ്ക്ക് പഠിക്കുന്നതാണോ കമ്പൈൻ സ്റ്റഡി ചെയ്യുന്നതാണോ ഏറ്റവും നല്ലത്? കമ്പൈൻ സ്റ്റഡി. ഞാൻ പഠിപ്പിച്ചു തരുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോ ഞാൻ പറയുമ്പോഴാണ് നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെയാണ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെ? അത് ഈ ക്ലാസ് കൊണ്ടാണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ കമ്പൈൻ സ്റ്റഡി നടത്താം. നിങ്ങൾ കമ്പൈൻ സ്റ്റഡി നടത്തി ഒരു നോട്ട് തയ്യാറാക്കാം, അത് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാം. എല്ലാവർക്കും നോട്ട് കിട്ടും, നിങ്ങൾ പഠിക്കുകയും ചെയ്യും. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണെങ്കിൽ ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. ഒരിക്കലും അത് ബൈഹാർട്ട് പഠിക്കുന്ന ഒന്നല്ല, അത് മനസ്സിലാക്കാൻ നിങ്ങൾ ഇപ്പൊ ഈ പഠിക്കുന്ന കാര്യങ്ങളും ഞാനിപ്പോ പഠിപ്പിക്കുന്ന കാര്യങ്ങളും നിങ്ങൾ എന്നും ഓർത്തിരിക്കും. കാരണം നിങ്ങൾ പഠിക്കുന്നത് ബൈഹാർട്ടല്ല, മനപ്പാഠം പഠിക്കുന്നതല്ല, മനസ്സിലാക്കി പഠിക്കുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു കാലത്തും നിങ്ങളിത് മറക്കില്ല. അതന്നെ, ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു ഗുണമുണ്ട് മാം. കാരണം നമ്മൾ നോട്ട് എഴുതുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആൾക്ക് തിരുത്തി കൊടുക്കാനോ അല്ലെങ്കിൽ അതൊരു ഡൗട്ട് ആണെങ്കിൽ ക്ലിയർ ചെയ്ത് പോകാനോ പറ്റുന്നുണ്ട്. ഇപ്പൊ ഞാനിപ്പോ മാമിനോട് പറഞ്ഞു തന്നെ, ഇന്നലെ തമന്ന എന്റെ നോട്ട് അവൾ നോക്കിയിട്ട് എനിക്ക് മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത് അത് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് അവൾ എന്നോട് ചോദിച്ചു. അപ്പൊ എനിക്കും അതിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നിപ്പോ ക്ലാസ്സിൽ മാമിന് ഞാനത് വായിച്ചത്. ഞാൻ എഴുതിയ നോട്ടിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ക്ലിയർ ചെയ്തത് അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഒരു ഹെൽപ്പ് ഉണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. നോട്ട്സിൽ തന്നെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവരത് നോക്കുമ്പോ ക്ലിയർ ചെയ്ത് പോകുന്നത് നമുക്കൂടി അതൊരു നല്ല കാര്യമല്ലേ? അങ്ങനെ പോവാം, അങ്ങനെ പഠിക്കുള്ളൂ. അങ്ങനെ പഠിച്ച ഏറ്റവും നല്ല നോട്ട്സിൽ മാത്രല്ല മാം, എല്ലാ കാര്യത്തിലും. നോട്ട്സിൽ മാത്രല്ല, എല്ലാ കാര്യത്തിലും എല്ലാരും നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഇതാണ്, സപ്പോർട്ടാണ്. സപ്പോർട്ടാണ്. കോഴ്സ് കംപ്ലീറ്റ് ആയാലും ഈ ഫ്രണ്ട്ഷിപ്പ് എന്നും ഉണ്ടാവും. ഓക്കെ, സോ ഇംഗ്ലീഷ് ഇതുകൊണ്ട് തീരുന്നില്ല കേട്ടോ. ഇപ്പൊ ജസ്റ്റ് ഒരു ഗ്രാമർ ക്ലാസ് മാത്രമാണ്. ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കണമെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒന്നാണ്, ചെയ്യണം. അപ്പൊ ഇപ്പൊ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതുകൂടെ നിങ്ങൾ ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഗ്രാമറിനുള്ള പേടി എന്ന് പറഞ്ഞു കിട്ടിയാലോ, അത്രയ്ക്കേ ഉള്ളൂ ഗ്രാമർ. പക്ഷെ ഇനിയും കിടക്കുന്നുണ്ട് കേട്ടോ വരാൻ. ടെൻസ് ഉണ്ട്, പ്രപ്പോസിഷൻ ഉണ്ട്. ടെൻസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഭയങ്കര സിമ്പിൾ ആണ് ടെൻസ് പഠിക്കാൻ. എല്ലാവർക്കും ടെൻഷൻ ഉള്ള ഒരു പോർഷൻ അല്ലേ? അല്ല ആണോ ടെൻസ്? ഇല്ല മാം, ഗ്രാമർ എനിക്ക് ഇഷ്ടമാ. പക്ഷെ ഏതൊരു ക്ലാസ് മിസ്സായി പോയി, അതെനിക്ക് പറ്റിപ്പോയി. ആണോ? എനിക്ക് ഭയങ്കര ടഫാ. ടെൻസ് ടഫ് ആണോ അല്ലയോ എന്നാ ചോദിച്ചത്. ടെൻസ് കുഴപ്പമില്ല. ഞാൻ ഇത്തവണ എനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ. ഞാൻ ഒരു സ്കിറ്റ് രൂപത്തിലൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, എളുപ്പം പിള്ളേർക്ക് പഠിക്കാൻ. ഓക്കെ, നമുക്ക് വൈൻഡ് ചെയ്യാം കേട്ടോ. സൈൻ ഔട്ട് പറഞ്ഞു. സൈൻ ഔട്ട് ഞാനാണ് മാം. Do you have a good student? Do you have a good person? Do you have a good mother? Do you have a good role model? Then you have a good teacher. These are my own words. Let us end today's class with a heartfelt wish for the good teachers of tomorrow. Many thanks to the Ashwati Miss and my dear friends who conduct this class today. Thank you so much. For those who will see you again tomorrow, sign out by Archana Vishnu from Alapura. Thank you, ma'am. Thank you, ma'am. Thank you all. See you on the next class. Okay, bye. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.